അസ്സലാമലൈക്കും. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. 3 ഉള്ളി മുറിച്ചത് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചതച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിളായിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച സോയാബീൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കൂട്ടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങനീര്, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 ഗ്ലാസ് അരിയാണ് നമ്മൾ ചോറിന് ഉപയോഗിക്കുന്നത്. ഇനി പാത്രത്തിലേക്ക് നെയ്യ്, ഓയിൽ, പട്ട, ഗ്രാമ്പൂ, ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് ഇനി 6.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നെയ്ച്ചോറായിട്ടുണ്ട്. നമുക്ക് ഇനി ദമ്മിട്ട് കൊടുക്കണേ. നമ്മളിത് ദമ്മിടലൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്.